to my YouTube channel Sheba Sujidam. This is a evening snacks. We everyone bakery Sukhiyan is the main ingredient. This is try tasty try the channel subscribe subscribe Sukhiyan ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സുഖിയൻ ഉണ്ടാക്കാം. അത് റെസ്റ്റോറന്റിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/4 കിലോ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. 1/4 കിലോ ചെറുപയറിന് 200 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. ഇനി നമുക്ക് ചെറുപയർ കുതിർത്തും കുതിർക്കാതെയും വേവിച്ചെടുക്കാൻ പറ്റും. കുതിർത്തിട്ടാണ് വേവിക്കുന്നതെങ്കിൽ ഒരു 2 വിസിലൊക്കെ കേട്ടാൽ മതി. അപ്പോൾ നമ്മൾ അതിന് ഈക്വൽ ആയിട്ട് വെള്ളം വെച്ചാൽ മതി. അതേസമയം ചെറുപയർ കുതിർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നതെങ്കിൽ ചെറുപയറിന്റെ ഒരു 3 ഇരട്ടി വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. എനിക്ക് എപ്പോഴും കുതിർക്കാതെ വേവിച്ചെടുത്ത് സുഖിയൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ചെറുപയർ നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 3 ഇരട്ടി വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാം. ഒരുപാട് വേണ്ട, നേരിയൊരു ഉപ്പ് വേണം. അതുപോലെ തന്നെ ഞാനൊരു 2-3 ഏലക്കയും കൂടി ഇതിലിടുന്നുണ്ട്. അപ്പം ആ ചെറുപയറിനൊക്കെ ഏലക്കയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് പിടിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഞാൻ ഇതിനകത്തേക്ക് ഏലക്ക ഇടുന്നത്. ഇനി ഇത് 4-5 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോവരുത്, അതേസമയം വേഗാതെയും ഇരിക്കരുത്. അങ്ങനെ ഒരു മിഡിൽ സ്റ്റേജിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഇത് നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്തുടഞ്ഞു പോയാൽ ആ സുഖിയൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സുഖിയന്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിപ്പോ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ഒന്ന് ചിരകിയെടുക്കണം. അതുപോലെ തന്നെ 1/4 കിലോ ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഒരു 200 ഗ്രാം ശർക്കര ഒന്ന് പാനിയാക്കി വെക്കണം. ഇത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കണം. സുഖിയന് നല്ല മധുരം വേണമെങ്കിൽ 1/4 കിലോ ചെറുപയറിന് 1/4 കിലോ തന്നെ ശർക്കരയും, മീഡിയം മധുരം മതിയെങ്കിൽ 200 ഗ്രാം ശർക്കരയും, കുറച്ച് മധുരം മതിയെങ്കിൽ 150 ഗ്രാം ശർക്കരയും എടുത്താൽ മതി. 200 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ്. നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചതിന് ശേഷം അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ ചിരകിയതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് 200 ഗ്രാം ശർക്കര പാനിയാക്കിയത് ഇതിലേക്ക് ഒഴിക്കാം. പാനിയാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് വെള്ളത്തിലാക്കരുത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ പാനിയാക്കാനായിട്ട്. ഞാനത് പാനിയാക്കിയത് ഈ തേങ്ങയിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കാം. ഇത് തിളച്ചൊന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ഇടാം. നെയ്യൊക്കെ ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. നെയ്യ് ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. നെയ്യ് ഒരുപാട് കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഒരുപാട് നെയ്യ് കൂടിക്കഴിഞ്ഞാൽ ഉരുട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 1 ടീസ്പൂണൊക്കെ കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ഇട്ടിട്ട് ഇളക്കാം. പാനിക്ക് ഒരുപാട് വെള്ളമായി പോയെങ്കിൽ നിങ്ങൾ ആ തേങ്ങയും ശർക്കരയും ഇട്ട സമയത്ത് തന്നെ അത് കുറച്ച് വറ്റിച്ചെടുക്കണം. എന്നിട്ട് വേണം അതിലേക്ക് ചെറുപയർ ഇടാനായിട്ട്. ഇനി നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറുപയർ വെന്തുടഞ്ഞു പോകും. അപ്പൊ നമുക്ക് സുഖിയൻ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരുപാട് എണ്ണ കുടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും ചെറുപയർ കുറച്ച് കടിക്കുന്ന രീതിയിൽ തന്നെ വേണം. അതാണ് അതിന്റെ ഒരു പാകം. ഇപ്പൊ ഇത് നല്ലവണ്ണം വറ്റി കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ചെറുപയറൊക്കെ വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് സുഖിയൻ ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് മൈദമാവ് എടുക്കാം, ഗോതമ്പ് പൊടിയും എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ശരിക്കും മൈദമാവാണ് ഉപയോഗിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കണം. വറുത്തരിപ്പൊടിയാണ് ചേർത്തത്. അതായത് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി ചേർത്താൽ മതി. കോൺഫ്ലോർ വേണമെങ്കിലും ചേർക്കാം. കോൺഫ്ലോർ ആകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാകും. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്.
ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഒറ്റയടിക്ക് ഒഴിച്ച് വെള്ളമൊന്നും കൂടി പോകരുത്. അങ്ങനെ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയേക്കാളും കുറച്ചുകൂടി വെള്ളം കുറവ് മതി. ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇങ്ങനെ ഞാനിപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉരുളകളാക്കി എടുക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉരുളകളാണെങ്കിൽ എണ്ണ കുറച്ചൊഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്യുമായിരിക്കും നല്ലത്. ചെറിയ ഉണ്ടകളാക്കി എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ പാത്രം ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ കുറച്ച് എണ്ണ മതി. പരന്ന പാത്രം ആകുമ്പോൾ നമ്മൾ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ടി വരും. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിതെല്ലാം ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ശരിയായ പാകം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 22 ഉണ്ടയോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നല്ലവണ്ണം തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെക്കാം. ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഓരോ ഉരുളകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഉരുളകൾ മുക്കുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് കോട്ടായി കിട്ടണം. എന്നിട്ടത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഉണ്ടയും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിലുള്ള പാത്രം ആയതുകൊണ്ട് ഒരു 4 എണ്ണമൊക്കെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഇട്ട ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ തമ്മിൽ കട്ട പിടിക്കും. അതിനുശേഷം മറിച്ചും തിരിച്ചും ഇട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടൊന്നും മൂക്കണ്ട. ഉള്ളിലൊക്കെ വെന്തതായതുകൊണ്ട് ആ പുറമേയുള്ള ആ മൈദയുടെ കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കളറൊന്നും മാറണ്ട. നമുക്കറിയാവുന്നതാണ്. പുറത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇടാം. ഇപ്പം എല്ലാ സുഖിയനും നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഈ ഒരു സുഖിയൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഏലക്കയും തേങ്ങയും അതുപോലെ തന്നെ നെയ്യൊക്കെ ഒഴിച്ചത് കൊണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.